കല്യാണ കച്ചേരി. രചന, അവതരണം മിത്രവിന്ദ. ഏറെ നേരം നീണ്ടുനിന്ന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ചു സമയം ക്ഷേത്രമുറ്റത്ത് ചിലവഴിച്ച ശേഷമാണ് അവർ രണ്ടാളും അച്ഛനോടും അമ്മയോടുമൊപ്പം പുറത്തേക്കിറങ്ങിയത്. ഭൂമിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു. സാധാരണ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് വൈകുന്നേരം കാർത്തിയുടെ കൂടെ പുറത്തുനിന്ന് കോഫി കുടിച്ചതിനാൽ തന്നെ വീട്ടിൽ വന്നപ്പോൾ മറ്റൊന്നും കഴിക്കാനായി തോന്നിയില്ലായിരുന്നു. ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഭൂമിയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ കാർത്തി പറഞ്ഞു, ഇന്ന് നമുക്കെല്ലാവർക്കും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലോ എന്ന്. കാർത്തി അത് ചോദിച്ചപ്പോൾ ഭൂമിയുടെ മുഖം കൂടുതൽ വിടർന്നു. ക്ഷേത്രത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. മുൻപൊരിക്കൽ കാർത്തിയുടെ കൂടെ വന്നപ്പോൾ ഭൂമി അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. ആ രുചിയാണെങ്കിൽ ഇപ്പോഴും അവളുടെ നാവിൽ നിന്നും മായാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട്. കാർത്തി അത് പറഞ്ഞ സമയത്ത് തന്നെ ഭൂമിയുടെ മിഴികൾ നേരെ പോയത് ആ ഹോട്ടലിൻ്റെ മുന്നിലേക്കാണ്. ദാ ആ കാണുന്ന ഹോട്ടലിൽ നല്ല മസാലദോശയും ഉഴുന്നുവടയും ഏലക്കയിട്ട് പതപ്പിച്ച ചൂട് ചായയും കിട്ടും. കാർത്തിയുടെ വാക്കുകളിലെ ആവേശം കാണുകെ സുഭദ്രയ്ക്കും ബാലേന്ദ്രനും അവിടേക്കൊന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നി. അവർ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭൂമി കണ്ടത് ഒരു ഉന്തുവണ്ടിയിൽ പലവിധ സാധനങ്ങൾ ചില്ലുഭരണിയിലാക്കി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. മാങ്ങ, ചാമ്പയ്ക്ക, പൈനാപ്പിൾ, നെല്ലിക്ക, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ. പല നിറത്തിൽ അടുക്കടുക്കായി വെച്ചിരിക്കുന്ന കുപ്പികൾ കണ്ണിലുടക്കിയതും ഭൂമിയുടെ നാവിൽ വെള്ളം മൂടി. ഭൂമി കാർത്തിക്കിനെ കണ്ണു കാണിച്ചു, തനിക്കത് വേണമെന്ന അർത്ഥത്തിൽ. ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ താൻ ആഹാരം തീരെ കഴിക്കില്ല. അവനാ പറഞ്ഞതിന് സമ്മതം മൂളി ഭൂമി കാർത്തിക്കിനോടൊപ്പം ഹോട്ടലിലേക്ക് കയറി. അപ്പോഴേക്കും സുഭദ്രയും ബാലേന്ദ്രനും അവർക്ക് മുന്നേ ചെന്ന് കൈകഴുകി സീറ്റിൽ ഉറപ്പിച്ചിരുന്നു. ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ മൂക്കിലേക്കടിച്ച മുരിഞ്ഞ മസാലദോശയുടെ മണം അതാവോളം ആസ്വദിച്ചു ഭൂമി. വെയിറ്റർ വന്ന് ഓർഡർ എടുത്തിട്ട് പോയി. അക്ഷമയോടെ ആ സമയം ഭക്ഷണത്തിനായി കാത്തിരിക്കുവാണ് ഭൂമി. വല്ലാത്തൊരു തരം വിശപ്പ് തന്നെ വന്ന് മൂടുന്നത് അവൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ വെയിറ്റർ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കൊതിയോടെ അവൾ അത് കഴിച്ചു തുടങ്ങിയത്. വല്ലാത്തൊരു കൊതിയോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവളെ കാർത്തി നോക്കിയിരുന്നു പോയി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ 4 പേരും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഭൂമി കാർത്തിക്കിൻ്റെ കയ്യിൽ വീണ്ടും തോണ്ടി. എന്താണെന്നറിയാനായി അവൻ അവളെ നോക്കിയപ്പോൾ അവളുടെ ദൃഷ്ടികൾ നേരെ പോയത് അവിടെ ഉന്തുവണ്ടിയിൽ ചില്ലുഭരണിയിലിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലേക്കാണ്. കാർത്തി നേരെ കടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തൊക്കെയാ ഭൂമി വേണ്ടത്? അവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങളിലൂടെയും മിഴികൾ ഓടിച്ചുകൊണ്ട് കാർത്തി ഭൂമിയോടായി ചോദിച്ചു. അവൾക്കാവശ്യമുള്ള ഓരോ സാധനങ്ങൾ ഭൂമി പറഞ്ഞതും കടക്കാരനതെല്ലാം ഓരോരോ പാക്കറ്റുകളിലാക്കി കൊണ്ടുവന്നിരുന്നു. എല്ലാം കൂടി കൈ കിട്ടിയപ്പോൾ ഭൂമിക്കെന്തോ വലിയ കാര്യം സാധിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. ഒരു വേള കാർത്തിയുടെ മിഴികൾ അവളുടെ മുഖത്തെ നിറച്ചിരിയിലേക്ക് നീണ്ടു. പിന്നീട് കുറച്ച് ഏറെ സമയം കൂടി അവിടെ ചിലവഴിച്ച ശേഷമാണ് അവർ 4 പേരും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ചെറിയൊരു യാത്രയായിരുന്നെങ്കിൽ പോലും ഭൂമിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാനൊരു മടിയോടെ അല്പം ഉറക്കച്ചടവിൽ മുകളിലേക്ക് കയറി പോകുന്നവളെ കാർത്തിയും നോക്കി. എന്തു പറ്റി ഭൂമി? എന്തെങ്കിലും വയ്യായിക? ഭൂമിയുടെ നടപ്പും മറ്റും കണ്ടതും കാർത്തി അവളോട് ചോദിച്ചു. കണ്ണേട്ടാ, എനിക്ക് ചെറുതായി തല വേദനിക്കുന്നുണ്ട്. എന്തോ പഠിക്കാനൊക്കെ വല്ലാത്ത മടി പോലെ. അത് സാരമില്ല, എങ്കിൽ താൻ നാളെ ഇരുന്ന് പഠിച്ചാൽ മതി. പെട്ടെന്ന് കാർത്തിയുടെ വായുന്നത് കേട്ടതും ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ഭൂമി മുറി തുറന്ന് ബെഡിലേക്ക് കിടന്നു. അപ്പോഴായിരുന്നു സുഭദ്രയുടെ മുറിയിൽ വന്ന് വാതിലിൽ തട്ടിയത്. കാർത്തിയാണ് ഡോർ പോയി തുറന്നത്. എന്താ അമ്മേ ഈ സമയത്ത്? അമ്മ കിടന്നില്ല ഇതുവരെ? ഇത് തരാൻ വേണ്ടിയാ. മോൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ? സുഭദ്ര കയ്യിലിരുന്ന ഉപ്പിലിട്ട സാധനങ്ങളുടെ കവർ കാർത്തിയെ ഏൽപ്പിച്ചു. കാർത്തിയത് റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉറങ്ങാൻ കിടന്ന ഭൂമി അത് കണ്ടതും ചാടി എണീറ്റു. ഞാനിതിൻ്റെ കാര്യം മറന്നിരുന്നു. വല്ലാത്തൊരു ആവേശത്തോടെ കാർത്തിക്ക് നേരെ കൈനീട്ടിക്കൊണ്ടായിരുന്നു ഭൂമി അത് പറഞ്ഞത്. അവൻ ആ കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തതും വല്ലാത്തൊരു കൊതിയോടെ അവൾ അത് തുറന്നു. അതിൽ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ചു. ഉപ്പിൻ്റെയും പുളിയുടെയും സ്വാദം നാവിൽ തട്ടിയതും കണ്ണുകൾ ഇറക്കെ ചിമ്മി അടച്ചിരിക്കുന്നവളെ അവൻ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കിപ്പോയി.
എല്ലാം കൂടി കഴിക്കാനുള്ള അവളുടെ ആവേശം കണ്ടതും അവൻ പറഞ്ഞു, അതെ, ഇതെല്ലാം കൂടി ഇപ്പോഴേ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കണ്ട. ഒന്നാമത് രാത്രിയും കൂടിയാണ്. കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി രാവിലെ ആവട്ടെ. കാർത്തി അത് പറഞ്ഞതും അവനെ നോക്കി ഒരു കള്ള പരിഭവത്തോടെ ബെഡിൽ ചമ്രം പടഞ്ഞിട്ടിരിക്കുകയാണ് ഭൂമി. എന്നെ നോക്കിയിട്ടൊരു കാര്യവുമില്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഉറക്കം വരുന്നു എന്നല്ലേ പറഞ്ഞത്? തൽക്കാലം അതൊക്കെ എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ളതാ. കാർത്തി അത് പറഞ്ഞതും കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് ഭൂമി വാഷ്റൂമിൽ പോയി കൈയും മുഖവുമൊക്കെ വൃത്തിയായി കഴുകിയ ശേഷം വന്ന് ബെഡിലേക്ക് കിടന്നു. പിന്നാലെ തന്നെ കാർത്തിയും വന്ന് ബെഡിലേക്ക് കിടന്നു. കാർത്തിയുടെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു. ഉറക്കത്തിനിടയിലും അറിയാതെയെങ്കിലും ഭൂമിയുടെ കൈകൾ അവളുടെ ഉദരത്തിനെ തേടിച്ചെന്നു. അവൾ അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കൺകോണി പടർന്നു. പിറ്റേന്ന് രാവിലെ കാർത്തി തട്ടി വിളിച്ചുണർത്തുമ്പോഴായിരുന്നു ഭൂമി ഉറക്കം തിണർന്നത്. ഒരുതരം മടിയോടെ, പഠിക്കണോ വേണ്ടയോ എന്ന ചിന്തയോടെ അലസമായി ബെഡിലിരിക്കുന്നവളെ കാർത്തി ഒന്ന് നോക്കി. എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ നോക്ക് ഭൂമി. ഇന്നലെ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞു. ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നും കൂടി ഒന്നും പഠിക്കാതെ എങ്ങനെ കോളേജിലേക്ക് പോകും? ഇനി എക്സാമിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അവളുടെ അലസതയിൽ നിന്ന് കണ്ണെടുക്കാതെ കാർത്തി പറഞ്ഞു. പതിവില്ലാതൊരു ക്ഷീണം തന്നെ വന്ന് പൊതിയും പോലെ ഭൂമി അറിയുന്നുണ്ടെങ്കിലും കാർത്തിയുടെ വഴക്കിന് കേൾക്കണ്ടല്ലോ എന്ന് കരുതി അവൾ പിടഞ്ഞെഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ സുഭദ്രാമ്മ അടുക്കളയിൽ കാര്യമായി എന്തോ പണിയിലായിരുന്നു. കാർത്തിക്കിനും ഭൂമിക്കും കോളേജിലേക്ക് ഉച്ചയ്ക്ക് കൊഴിക്കാനായി കൊണ്ടുപോകാനുള്ള ചോറിനുള്ള കറികൾ തയ്യാറാക്കുന്ന തിരക്കിലാണവർ. ഒരടുപ്പിൽ മീൻ പൊരിക്കുന്നുണ്ട്. അതിൻ്റെ മണം മൂക്കിൻ തുമ്പിലേക്ക് അടിച്ചതും ഭൂമിക്കെന്തോ വല്ലായിക. അവൾ ഒന്ന് നെറ്റിച്ചൊളിച്ച് സുഭദ്രയെ നോക്കി. ഇന്നുച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എനിക്ക് ഫിഷ് ഫ്രൈ വെക്കണ്ട കേട്ടോ. അടുപ്പിലേക്ക് നോക്കിയാണ് ഭൂമി പറയുന്നത്. അതെന്താ മോളെ, നിനക്ക് മീൻ പൊരിച്ചത് നല്ല ഇഷ്ടമായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാൻ രാവിലെ ഇതുണ്ടാക്കിയത്. അത് എനിക്കിന്ന് കഴിക്കാൻ തോന്നില്ലമ്മേ. ആണോ, എങ്കിൽ വേണ്ട. സുഭദ്ര അത് പറഞ്ഞതും ഭൂമി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി. താമസിക്കാതെ തന്നെ കാർത്തി റെഡിയായി വന്നതും അവരിരുവരും കോളേജിലേക്കും പുറപ്പെട്ടു. വൈകിട്ട് മടങ്ങി വരുമ്പോൾ ഭൂമി പതിവിലും അധികം ടെൻഷനിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നാളെയാണ് പ്രോഗ്രാം. രാവിലെ തന്നെ പ്രോഗ്രാമിന് വേണ്ടി പോകണം. നാളെ പ്രോഗ്രാം ആയതുകൊണ്ട് ആ രാത്രിയിൽ ഭൂമിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാർത്തി നല്ല ഉറക്കമാണെന്ന് കണ്ടതും ഭൂമി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കുറേ നേരം കിടന്നിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് മനസ്സിലായതും അവൾ പതിയെ ഇറങ്ങിച്ചെന്ന് ബാൽക്കണിയുടെ ഡോർ തുറന്നു. സമയം ഏകദേശം പുലർച്ചെ 4 മണിയോട് അടുത്തിരുന്നത് കൊണ്ട് തന്നെ ആകാശത്ത് നക്ഷത്രങ്ങൾ മായാൻ തുടങ്ങിയ ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. വല്ലാത്ത ഭംഗിയോടെ ആ കാഴ്ച നോക്കി നിൽക്കുവാണ് ഭൂമി. ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റ് അവളെ തഴുകിത്തലോടി കടന്നു പോകുന്നുണ്ട്. ഈ പ്രകൃതിക്ക് എന്തു ഭംഗിയാണ്! ഓരോ സമയവും ഓരോ വിധത്തിൽ. രാവിലെ ഒരു വിധം, ഉച്ചയ്ക്കൊരു വിധം, വൈകുന്നേരം മറ്റൊരു വിധം. ശരിക്കും പുലർച്ചയാണെന്ന് തോന്നുന്നു പ്രകൃതി ഏറ്റവും കൂടുതൽ സുന്ദരിയാകുന്നത്. ഭൂമി ഒരു കൗതുകത്തോടെ തനിക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കൈവന്ന് അവളെ പൊതിഞ്ഞത്. അതാരാണെന്നറിയാൻ അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാർത്തിക്കിൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം. അവൻ റൂമിലാണെങ്കിൽ പോലും ബാൽക്കണിയിൽ നിന്നാൽ ഭൂമിക്കത് കിട്ടും. ഭൂമിക്ക് വല്ലാത്തൊരിഷ്ടമാണ് ആ മണത്തിനോട് പോലും. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? പ്രോഗ്രാം ഉള്ളതല്ലേ. നല്ലപോലെ കിടന്നുറങ്ങിയാലല്ലേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റൂ. കിടന്നിട്ട് ഉറക്കം വന്നില്ല കണ്ണേട്ടാ. കുറേ നേരം ഞാൻ നോക്കി, പക്ഷേ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാമെന്ന് ഓർത്തു. എങ്കിൽ പിന്നെ തനിക്ക് എന്നെ കൂടി വിളിച്ചുകൂടായിരുന്നോ? അതുകൊള്ളാം. ഞാൻ നോക്കിയപ്പോൾ കണ്ണേട്ടൻ നല്ല ഉറക്കം. നല്ലപോലെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ എങ്ങനെയാ ശല്യം ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് എണീറ്റ് പോന്നു. ഭൂമിക്കൊപ്പം കാർത്തിയും സുഭദ്രയും ബാലേന്ദ്രനും പോകുന്നുണ്ട് ഭൂമിയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്. ഭൂമിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ അന്ന് കാർത്തി ലീവായിരുന്നു കോളേജിൽ. പോകും വഴിയെല്ലാം ടെൻഷനോടെ
കൈകൾ കെട്ടിയും അഴിച്ചുമിട്ടിരിക്കുന്ന ഭൂമിയുടെ കയ്യിൽ സുഭദ്ര തലോടി. മോൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ? ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചാൽ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് തൽക്കാലം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്ക്. സുഭദ്ര അത് പറഞ്ഞതും ഭൂമിക്ക് അല്പം ആശ്വാസം തോന്നി. ഭൂമിയൊക്കെ അവരുടെ മത്സരം തീരുമാനിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ദേവും കുറച്ച് കുട്ടികളും അവരെ പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഭൂമി വേഗം ദേവിൻ്റെ അടുത്തേക്ക് വന്നു. സാർക്ക് വന്നിട്ട് ഒരുപാട് നേരമായോ? ഭൂമി ദേവിനോടായി ചോദിച്ചു. ഇല്ല, ഒരുപാട് നേരമൊന്നും ആയില്ല. 5 മിനിറ്റ് മുമ്പേ വന്നതേ ഉള്ളൂ ഞങ്ങൾ. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി, നമുക്ക് അവിടേക്ക് പോയാലോ? എല്ലാവരോടുമായി ദേവ് ചോദിച്ചതോടെ അവരെല്ലാവരും തലകുലുക്കിക്കൊണ്ട് ദേവിനൊപ്പം അവിടേക്ക് ചെന്നു. കാർത്തിയോട് യാത്ര പറഞ്ഞ ഭൂമിയും അവർക്ക് പിന്നാലെ നടന്നു. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഭൂമി ഗ്രീൻ റൂമിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ദേവിൻ്റെ ഫോണിൽ നിന്നും അവൾ കാർത്തികിനെ വിളിച്ചു. കാർത്തിക്കും സുഭദ്രയും ബാലേന്ദ്രനും അവിടേക്ക് ചെന്നു. ഡാൻസിൻ്റെ വേഷത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഭൂമിയെ കണ്ടതും അവർക്കെല്ലാവർക്കും ഒരുപോലെ മനസ്സ് നിറഞ്ഞു. ഫസ്റ്റ് ഡാൻസ് അവരുടേതാണെന്ന് അറിഞ്ഞതോടെ ഭൂമിക്ക് വീണ്ടും ടെൻഷൻ കൂടി. സപ്പോർട്ടുമായി കാർത്തിയും സുഭദ്രയും അവർക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഭൂമിയുടെ ചെസ് നമ്പർ വിളിച്ചതും അവരെല്ലാവരും സ്റ്റേജിലേക്ക് കയറി. അതോടെ കാർത്തിയും ബാലേന്ദ്രനും സുഭദ്രയും കാണികൾക്കിടയിലേക്ക് പോയിരുന്നു ഭൂമിയുടെ നൃത്തം കാണാനായി. ശരിക്കും ഭൂമിയും പിള്ളേരും സ്റ്റേജിൽ നിറഞ്ഞാടിയെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവരുടെ ഡാൻസ്. കാണികൾ ശ്വാസം പിടിച്ചിരുന്ന് കണ്ടുവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന ഭൂമിയെ കാണിക്കെ കാർത്തിക്കിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഭൂമിയുടെയൊക്കെ നൃത്തം കഴിഞ്ഞപ്പോൾ കാണികൾക്കിടയിൽ നിന്നും വലിയ കയ്യടികൾ ഉയർന്നു. സ്റ്റേജിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് അവരെല്ലാവരും പുറത്തേക്കിറങ്ങി. കാണികൾക്കിടയിൽ നിന്ന് കാർത്തിയും ഭൂമിയെ ലക്ഷ്യമാക്കി നടന്നു. ഭൂമിയെ കണ്ട കാർത്തി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കലോത്സവം കവർ ചെയ്യാനെത്തിയ പല മീഡിയക്കാരും അവരുടെ ആ സന്തോഷപ്രകടനങ്ങൾ അവരുടെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മേക്കപ്പ് എല്ലാം മാറ്റി ഭൂമി സുഭദ്രയ്ക്കും കാർത്തിക്കിനും അരികിലേക്ക് വന്നു. കുറച്ചുനേരം കാണികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് മറ്റു പ്രോഗ്രാമുകൾ കൂടി കണ്ടു. ശേഷം തലവേദനിക്കുന്നു പറഞ്ഞാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത്. റിസൾട്ട് അറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു ഭൂമിയുടെ മനസ്സിലെ ആഗ്രഹം. എങ്കിലും ഭൂമിയുടെ വയ്യായിക അവളെ അതിനനുവദിച്ചില്ല. അവർ വീട്ടിലെത്തി ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേവ് അവരെ വിളിച്ചിരുന്നു. റിസൾട്ട് അനൗൺസ് ചെയ്തു. ഭൂമിക്കും ടീമിനും ഫസ്റ്റ് പ്രൈസ് എ ഗ്രേഡ് ഉണ്ടെന്ന് പറയാനായിട്ട്. ഈ സമയം ബെഡിൽ തളർന്നു കിടന്നുറങ്ങുന്ന ഭൂമിയുടെ കൈത്തണ്ടയിൽ മെല്ലെ തലോടിക്കൊണ്ട് കാർത്തിയുടെ മിഴികൾ വിടർന്നു. ദേവുമായുള്ള ഫോൺ വെച്ച ശേഷം കാർത്തി നേരെ സുഭദ്രയ്ക്കടുത്തേക്ക് ചെന്നു. ഭൂമിക്ക് ഫസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുഭദ്രയ്ക്കും ബാലേന്ദ്രനും ഒരുപോലെ സന്തോഷം. ഭൂമി അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായതുകൊണ്ട് തന്നെ അവളെ ഉണർത്തി റിസൾട്ട് വന്ന വിവരം പറയണ്ട എന്ന് സുഭദ്ര കാർത്തികിനെ ഓർമ്മിപ്പിച്ചു. ഏകദേശം വൈകുന്നേരം ആഹാരം കഴിക്കാറായപ്പോഴാണ് ഭൂമി ഉറക്കം ഉണർന്നത്. അപ്പോഴേക്കും കാർത്തി അവളോട് കാര്യം പറഞ്ഞു. സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി. ഫസ്റ്റ് പ്രൈസ് താൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് അവൾ പറഞ്ഞു. കാർത്തി അവളെ അപ്പോഴേക്കും നോക്കി. താനിത് പ്രതീക്ഷിച്ചിരുന്നെന്നും കാരണം അവളുടെ ഡാൻസ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഭൂമി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ബാലേന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സുഭദ്ര എന്നൊരു വിളി ഉമ്മർത്തുനിന്ന് കേട്ടു. വെളിപാട് കേട്ട് സുഭദ്ര ഓടിച്ചെന്നു. ബാലേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന പത്രത്തിലേക്ക് നോക്കവേ അറിയാതെ തന്നെ അകത്തേക്ക് നോക്കി ഭൂമിയെയും കാർത്തിയെയും വിളിച്ചു. പെട്ടെന്ന് അവിടേക്ക് വന്ന ഭൂമിയും കാർത്തിയും കാണുന്നത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഭൂമിയുടെയും കാർത്തിയുടെയും ഫോട്ടോയാണ്. ഏതോ മീഡിയക്കാർ പകർത്തിയെടുത്ത ന്യൂസ്. കലോത്സവ വേദിയിൽ സന്തോഷം പങ്കിടുന്ന ഭാര്യയും ഭർത്താവുമെന്ന തലക്കെട്ടിലത് കണ്ടതും അവർക്കൊക്കെ ഇരട്ടി സന്തോഷം. അതേസമയം അഞ്ജലിയുടെയും അനുപമയുടെയും വീട്ടിൽ അഭിലാഷ് പത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. അയാളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അയാൾ നേരെ അടുക്കളയിൽ ചെന്നിട്ട് മകൾക്ക് നേരെ ആ ന്യൂസ് പേപ്പറാൽ. നിർമ്മലയും ആ സമയം അടുക്കളയിലുണ്ടായിരുന്നു. ഒരു വേള അനുപമയ്ക്ക് അവളുടെ ദേഷ്യം അടക്കാനായില്ല. അവളുടെ കയ്യിൽ പത്രം കൊടുത്തിട്ട് ദേഷ്യത്തോടെ അഭിലാഷ് ഉമ്മറത്തേക്ക് പോയി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ചേച്ചി? ഇല്ലാതാക്കണോ ആ സന്തോഷം? ഒരു കുടിലതയോടെ അഞ്ജലി അത് പറഞ്ഞതും
നിർമ്മല വിശ്വാസം വരാത്ത പോലെ തൻ്റെ മകളെ നോക്കി. താൻ പ്രസവിച്ച തൻ്റെ പൊന്നുമോള് തന്നെയാണോ ഇത്? അവൾക്ക് എങ്ങനെയാണ് ഇത്രയും പകയും ദേഷ്യവുമൊക്കെ ഒരു മനുഷ്യനോട് വന്നത്? നിർമ്മല മനസ്സിലോർത്ത കാര്യങ്ങളെല്ലാം. അതേ അഞ്ജലി, അവൾ ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവണം. ബാലേന്ദ്രൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം ഭൂമിയാണ്. അവളുടെ ചിരി മായുന്നതോടെ അവരുടെ സന്തോഷത്തിനൊരു അറുതി വരും. അല്പം കുടിലതയോടെ അനുപമ അത് പറഞ്ഞതും നിർമ്മലയ്ക്ക് അതൊന്നും കേട്ടു നിൽക്കാനായില്ല. നിർമ്മല പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് വന്നു. എന്തിനാ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ആ മനുഷ്യനോടും കുടുംബത്തോടും ഇത്രയും വ്യക്തിവൈരാഗ്യം മനസ്സിൽ വെച്ച് പുലർത്തുന്നത്? ഒന്നോർത്താൽ ആ ബാലചന്ദ്രൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇന്നിതൊക്കെ പറയാറായി ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. പെട്ടെന്ന് നിർമ്മല അത് പറഞ്ഞതും പുച്ഛത്താൽ അനുപമ ഒന്ന് മുഖം കൂട്ടി. എന്നാൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ചായക്കായി അടുക്കളയിലേക്ക് വരാൻ തുടങ്ങിയ കിരൺ കേൾക്കുന്നതും അതുതന്നെയായിരുന്നു. ഒരു വേള അച്ഛൻ്റെ പേര് നിർമ്മലയുടെ വായിൽ നിന്ന് കേട്ടതും പകുതി വഴിയിൽ തന്നെ നിന്നു കിരൺ. അവർ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയുവാനായി. തുടരും. ഇന്നലെ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഒരുപാട്